ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അപ്പോൾ ജീവിക്കാൻ മറന്നു പോവെല്ലാവർ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് അവരുടേതായ, അതായത് തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കാര്യങ്ങളും മനസ്സുകൊണ്ട് ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അത് ഒരുങ്ങാൻ സാധിക്കാതെ, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വസ്ത്രധാരണ രീതിയും അതുപോലെ തന്നെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതെല്ലാം സാധിക്കാതെ അവനവന് ഇഷ്ടപ്പെട്ട ഒരു കറി അല്ലെങ്കിൽ ഒരു ഉപ്പേരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം അവനവന് ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവൻ്റേതായ ഓരോരോ ആഗ്രഹങ്ങൾ, യാത്ര പോകാനോ അമ്പലങ്ങളിൽ പോകാനോ ഏതോ ആയിക്കോട്ടെ, ആ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ജീവിതം ജീവിച്ച് തീർക്കുന്ന സ്ത്രീകളാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അപൂർവം കുറച്ച് പേർക്ക് മാത്രമാണ് അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് എല്ലാം നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അല്ലാത്തവർ സ്വയം എരിഞ്ഞടങ്ങി ജീവിക്കുകയാണ്. തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും എല്ലാം മനസ്സിലടക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെയാണ് ഞാൻ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീകളായിട്ട് ഞാൻ പറയുന്നത്. സാഹചര്യങ്ങളാണ് ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളായിട്ട് അവരെ മാറ്റുന്നത്. അല്ലാതെ നമുക്ക് എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നോക്കണം എന്ന് ചിന്തിച്ച് പോകാൻ പറ്റുന്നവർക്ക് പോകാം. പക്ഷേ അതല്ലാത്ത രീതിയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം എന്താ പറയുക, ഒരുപാട് ബന്ധങ്ങളാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സ്നേഹത്താൽ വരിഞ്ഞു മുറുക്കി കെട്ടിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത സ്ത്രീകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനവൻ്റെ ഇഷ്ടത്തിന് നടത്തുന്ന സ്ത്രീകൾ പറയും അവനവനും വേണ്ടിയിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ കെട്ടുപാടുകളിൽ നിന്നും പൊട്ടിച്ചു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഭക്ഷണം അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അതിൽ നിന്നെല്ലാം ചിലപ്പോൾ നേരത്തെ പോലും ഭക്ഷണം കഴിക്കില്ല, ഒരു വീട്ടമ്മയെ എടുക്കൂ. ആ ഒരു വീട്ടമ്മ തൻ്റെ മക്കൾക്കും ഭർത്താവിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ തന്നെ ബന്ധിച്ചു കൊണ്ട് നിൽക്കുന്നവരാരാണോ ആ വ്യക്തികൾക്കെല്ലാം വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആ വീട്ടമ്മ ഒരു നേരം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ എന്ന് അന്വേഷിക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെ പ്രധാനം അല്ലേ. അപ്പം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങളായിക്കോട്ടെ എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ആ വീട്ടമ്മ ഉത്സാഹത്തോടു കൂടി ചെയ്തു കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് അവനവന് ക്ഷീണമായി അല്ലെങ്കിൽ ചെറിയൊരു തളർച്ച തോന്നി റെസ്റ്റ് എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അവർക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ തന്നെ ചിന്തിക്കും എന്താ നാളെ പലഹാരം എന്നുള്ളത് ചിന്തിക്കണം അല്ലേ. അങ്ങനെ ചിന്തിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ പലഹാരം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതും തയ്യാറാക്കേണ്ടതും ആ ഒരു വീട്ടമ്മയുടെ ചുമതലയാണ്. അതുപോലെ തന്നെ അരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കാം, ബാക്കി കറി ഉപ്പേരി എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം അല്ലേ. ഓരോ ദിവസം എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, അരി ഉണ്ടെങ്കിൽ ചോറ് വെക്കാം, കൂട്ടം എന്താ വെക്കുക എന്ന് ചിന്തിക്കുകയെന്ന് അല്ലേ. അപ്പോൾ അതും ആ വീട്ടമ്മയുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി ആർക്കും ഉത്തരവാദിത്തമില്ല. എല്ലാവരും നേരിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഒന്നുകിൽ കറി നന്നായില്ല അല്ലെങ്കിൽ ഞാൻ അത് കഴിക്കില്ല എന്ന് പറയാനാണ് ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ എന്താണ് കറി വെക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഉപ്പേരി ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതും ഈ വീട്ടമ്മയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് വേണ്ട രീതിയിൽ ടിഫിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം എന്താണെങ്കിലും ആയിക്കോട്ടെ, കറികളായിക്കോട്ടെ, അപ്പോൾ ഒന്നും രണ്ടും കറികൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉപ്പേരികൾ, ചില ഉപ്പേരികൾ ചിലവർ കഴിക്കില്ല, പച്ചക്കറികൾ ചിലത് കഴിക്കില്ല, ചിലതേ കഴിക്കുള്ളൂ എന്ന് പറയുന്നവർ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച് ഉള്ളത് ആരൊക്കെയാണോ വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേനും വിശപ്പും ദാഹമൊക്കെ മാറിയിട്ട് ക്ഷീണമായി. അപ്പോൾ ചോറും വേണ്ട തോന്നും, ചോറും ഉണ്ണില്ല. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി തോന്നും. അപ്പോഴത്തേനും എല്ലാവരും ഇന്നത്തെ കാലഘട്ടമാണ്, IT യുഗമാണ്, ഓരോരുത്തരും പല നേരങ്ങളിൽ നമ്മുടെ വീടുകളിലുള്ളവർ തന്നെ ഭക്ഷണം കഴിക്കുക അല്ലേ. മറ്റേത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന കഴിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇന്ന് ഓരോരുത്തരും അവരവരുടേതായ സമയങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടു ഇനിയിപ്പോൾ ഒന്നിച്ച് കഴുകാൻ ഇപ്പം എന്ത് ചെയ്യും, നമ്മളപ്പോൾ പാത്രങ്ങൾ കഴുകുന്നത് ഇപ്പൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പാത്രങ്ങളായിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കഴുകാമെന്ന് ചിന്തിക്കും. അങ്ങനെയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ പാത്രങ്ങൾ കഴുകലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കലും അതിനിടയ്ക്ക് വീട് വൃത്തിയാക്കലും മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും വാഷിംഗ് മെഷീനിലെ തുണിയിട്ട് വെച്ചാലും അതൊക്കെ ഒന്ന് തോരയിടല്, പിന്നെന്താ
അപ്പോഴത്തേനും വൈകിട്ടുള്ള ചായക്കായി. അപ്പോൾ ചായക്ക് എന്താ കടി അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. പിന്നെ വൈകിട്ട് ഇപ്പോൾ ടിഫിനാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറ് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും. അത് കഴിഞ്ഞാൽ വൈകിട്ടും മിക്കവരും ടിഫിൻ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ വൈകിട്ട് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയായി അല്ലേ. അപ്പം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലയ്ക്ക് വട്ടെടുക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ആ വീട്ടമ്മ കാര്യങ്ങളെല്ലാം ആക്കി രാത്രി എല്ലാവരുടെയും ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒതുക്കി അടുക്കളയൊക്കെ തുടച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴത്തേനും സമയം ഒരുപാടായി ഉണ്ടാവും. പിന്നെ കിടക്കുമ്പോഴത്തേനും അവർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ക്ഷീണം കൊണ്ട് ചിലവർ ഉറങ്ങിപ്പോവും. ചിലവർക്ക് എന്താ വെച്ചാൽ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടും ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല. ചിലപ്പോൾ പുലർച്ചെ ആകുമ്പോഴാവും ഒരു ഉറക്കം കിട്ടുക. ഇതിനിടയ്ക്ക് അവനവൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടങ്ങളോ അവനവൻ്റെ വസ്ത്രധാരണോ ശ്രദ്ധിക്കാൻ എവിടെ സമയം എവിടെയില്ല. അപ്പം ജോലിയുള്ളവരാച്ച പിന്നെ പറയും വേണ്ട. വീട്ടിലിരിക്കുന്നവർക്കും ഒഴിവൊന്നുമില്ല കേട്ടോ. ജോലിക്ക് പോകണില്ല വെച്ചിട്ട് വീട്ടിലിരിക്കുന്നവർക്കും ഒഴിവൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖബാധിതരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർക്ക് നേരത്തെ മെഡിസിൻ കൊടുക്കണം, നേരത്തെ ഭക്ഷണം കൊടുക്കണം. നോക്കുന്നവരാണ് ചേട്ടോ. നോക്കാത്തവരാച്ചാൽ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും 40-40 വയസ്സൊന്നും ആവണ്ട, അതിന് മുൻപ് തന്നെ ശരീരത്തിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ രൂപം തന്നെ മാറിപ്പോണ് കാണാം. അതുപോലെ മുഖത്ത് കറുത്ത പാടുകൾ ഇതൊക്കെ കാണാം. അത്രയും നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ നമ്മൾ കാണുന്നവരെ ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്താ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചേ എന്ന് ചിന്തിക്കും. അപ്പം വെളുപ്പും കറുപ്പൊന്നും ഞാൻ പറയണില്ല, വെളുത്തിട്ടും കറുത്തിട്ടൊക്കെ തന്നെ മനുഷ്യന്മാരുണ്ടാവുക. അപ്പോൾ ഏത് നിറമാണെന്നുണ്ടെങ്കിലും സൗന്ദര്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ മുഖശ്രീത്വം, അല്ലെങ്കിൽ മുഖം നല്ല സോഫ്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് നമ്മൾ കാണാൻ ചിലവരുടെ അല്ലേ. ആ സ്കിന്നിനൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് തന്നെ ഒരു വിഷമം. അപ്പോൾ പിന്നെ അവരുടെ വിഷമം എന്താണെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും തൻ്റെ മുഖ സൗന്ദര്യമോ അല്ലെങ്കിൽ തൻ്റെ സ്കിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ മുടിയെക്കുറിച്ചോ ചിന്തിക്കാൻ നേരമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുമ്പോഴും നമുക്ക് മുടിയെക്കുറിച്ച് ചോദിക്കാമെന്ന് നമുക്ക് പിന്നിലേക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അത്ര ടെൻഷൻ തോന്നില്ല. അതിനുശേഷം നമ്മുടെ നെറുകിലൊക്കെ ഇങ്ങനെ പോയി കാണുമ്പോഴാണ് നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണാടി നോക്കുമ്പോൾ, സ്ഥിരം കണ്ണാടി നോക്കൊക്കെ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ കണ്ണാടി നോക്കണ സമയത്തായിരിക്കാം നമ്മൾ ചിന്തിക്കുക, അയ്യോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത് വെറുതെ അല്ല അല്ലേ, എൻ്റെ നെറുകിലൊന്നും മുടിയില്ലല്ലോ എന്നുള്ളൊരു ശരിക്കും കഷണ്ടി ആകുന്ന രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടായി വരുമ്പോഴത്തേനും സമയം പിടിക്കും. അപ്പം നമ്മൾ തുടക്കത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കും, ഒരു ദിവസം നമ്മളിതൊക്കെ കണ്ട് വിഷമം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇനി ഞാൻ എന്നും എൻ്റെ മുഖത്ത് ഇതുപോലെ കെമിക്കൽ കലർന്നതല്ല, നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും പാക്കുകൾ ഉപയോഗിക്കും. മുടി ഞാൻ നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിക്കും, അല്ലെങ്കിൽ മുടിക്ക് എന്നും മസാജൊക്കെ ചെയ്യും. അതുപോലെ മുടീനെ ഞാൻ ശ്രദ്ധിക്കും എന്നൊക്കെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ ആ ഒരു ദിവസം നമ്മൾ ചെയ്യും, അതിന് പിറ്റേ ദിവസം മുതൽ വീണ്ടും തദൈവ അല്ലേ. അപ്പോൾ ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകൾക്ക് അങ്ങനെയാണ്. തങ്ങൾക്ക് വേണ്ടി ഒരു സ്വല്പസമയം പോലും ചെലവഴിക്കാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനോ ഇല്ല. അപ്പോൾ എപ്പോഴും പറയും, എല്ലാവരും പറയും തങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം അല്ലെങ്കിൽ അങ്ങനെയാന്നുള്ളത്. പക്ഷേ ഈ രീതിയിൽ തിരക്കിട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല. നമ്മൾ 1-2 ദിവസം ഇതിനായിട്ട് മെനക്കെട്ടെന്ന് വിചാരിക്കും, 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് അതിനൊക്കെ ഇരട്ടി വീട്ടിൽ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ പോട്ടെ നാളെ ചെയ്യാമെന്ന് ചിന്തിക്കും. എല്ലാവർക്കും സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി അത് പറയാൻ കാരണം, ഞാൻ അറിയുന്ന ഒരു കുട്ടീനെ ഞാൻ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുഖത്തൊക്കെ കറുത്ത കളർ വന്നിരിക്കുക. നല്ലപോലെ മുടിയുള്ള കുട്ടിയായിരുന്നു. മുടിയിൽ ഇപ്പോൾ താരണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാൻ നേരം കിട്ടാത്ത കാരണമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ആ കുട്ടിക്കെന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ പറയുന്ന എനിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന വ്യക്തിനെയാണ് ഞാൻ. ഇപ്പം എൻ്റെ മുടി കാണുമ്പോൾ ഇപ്പം എനിക്കും വിഷമമായി തുടങ്ങിയിട്ടോ. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ അത്ര അറിയണ്ടായിരുന്നില്ല, ഇപ്പം എനിക്കും തോന്നി തുടങ്ങി. അതുപോലെ കളർ കുറച്ച് കുറവാണെങ്കിലും എൻ്റെ മുഖം നല്ല സോഫ്റ്റാണ്, നല്ല എന്താ പറയുക, ഒരു ഷൈനിങ് ഉള്ള സ്കിൻ തന്നെയായിരുന്നു. ഓയിലിയാണ്, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ലോ, നിറയെ സൺടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാറ്റം കാണും. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ കെമിക്കൽ കലർന്ന ക്രീമുകളും കാര്യങ്ങളും നമ്മളോട് ഉപയോഗിക്കാൻ പറയുന്നത്. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാ സ്കിന്നിനും പറ്റുന്ന ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതും. പക്ഷേ അതും എനിക്ക് അനുഭവമാണ്, എനിക്കത് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാനുകളുള്ളതൊക്കെ അവർ കളഞ്ഞു തരും സ്കിൻ ഡോക്ടർമാരടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും അത് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ തികച്ചും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, കടലമാവ്,
അതുപോലെ തൈര്, അങ്ങനെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വേറെ ദോഷങ്ങളും ഇല്ല, നമ്മുടെ മുഖം നന്നാവും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമുക്കത് ചെയ്യാനുള്ള സാഹചര്യം സമയമോ കിട്ടാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇപ്പം എന്നെ സമയത്തോളം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഈ ഓടുന്ന ഓട്ടപ്പാച്ചിലുകളും, വീട്ടിലാണെങ്കിലും ഞാൻ പറഞ്ഞു 24 മണിക്കൂറും എനിക്ക് അമ്മയുടെ പിന്നാലെ തന്നെ, അതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തങ്ങളെ സ്വയം സ്നേഹിക്കാനോ തങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളായിക്കോട്ടെ സൗന്ദര്യപരമായ കാര്യങ്ങളായിക്കോട്ടെ ഒന്നും ശ്രദ്ധിക്കാനോ സമയമില്ല എന്നുള്ളതറിയാം. എൻ്റെയും ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതെനിക്ക് തോന്നി, ഞാൻ മറ്റൊരാളെ നമുക്ക് ഉപദേശിക്കൽ എളുപ്പമായിരിക്കും, പക്ഷെ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഉപദേശിക്കാൻ ആർക്കും പറ്റും, പക്ഷേ കാര്യങ്ങൾ ചെയ്ത് കിട്ടാനും അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഫേസ് പാക്ക്, ഹെയർ പാക്ക് എന്ന് വേണ്ട അവരുടെ സ്കിന്ന് എല്ലാറ്റിനും ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ നമ്മളോട് ഒരാൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ സമയം കണ്ടെത്തി തരാനോ ആരും മെനക്കെടില്ല. അപ്പം നമ്മൾ സ്വയം മെനക്കെടാൻ നമുക്ക് നേരമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ സംഭവിക്കുന്നവരാണ് ജീവിക്കാൻ മറന്നു പോകുന്ന സ്ത്രീകളാണിത്. കാരണം അവസാനം ഒരു പ്രായം എത്തുമ്പോൾ അവനവൻ്റെ ആരോഗ്യമെല്ലാം നശിക്കും, അവനവൻ്റെ സൗന്ദര്യം പോവും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ടിട്ട് എന്താ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രായത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ അക്കമുള്ള പ്രായം, അതായത് നമ്മുടെ വയസ്സ്, അക്കങ്ങളുള്ള വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കും. അതുപോലെ നമ്മുടെ മുഖത്തിന് മാറ്റം വരും, മുടിക്ക് മാറ്റം വരും, നമ്മുടെ ശരീരത്തിന് മാറ്റം വരും, ഇതെല്ലാം മാറ്റം വരും. നമുക്കറിയാം, ഇതെല്ലാം നമുക്കും അറിയാം, പക്ഷേ എന്ത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയാച്ചാലും നമ്മളെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളോട് പറയും. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം അങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്കൊന്നും ചെയ്യാൻ നേരമില്ലെങ്കിലും കുറച്ച് തൈരെടുത്ത് മുഖത്ത് പുരട്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുമ്പോൾ തൈര് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതുപോലെ മുടിക്ക് നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യുക. അതുപോലെ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന നേരം രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിളയ്ക്കുന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പലഹാരത്തിനുള്ള പണികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും സ്റ്റെപ്പുകളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യുക. അത്രയൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മടി കൂടാതെ അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ ആവട്ടെ എന്ന് ചിന്തിക്കാതെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഇപ്പോൾ ഒരു ലേശം കടലമാവ് ഒന്നുകിൽ തേനിലോ തൈരിലോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് പുരട്ടാനായിട്ട് പറ്റും. അപ്പോൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത്, നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ നമുക്ക് ഇതിലും ബുദ്ധിമുട്ടാവും, നമ്മുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ ഇന്നൊക്കെ ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും നമ്മൾ ചിന്തിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും പിടിപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്വയം നമ്മൾ നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശരീരം, നമ്മുടെ മുടി, ഇതെല്ലാം മൊത്തത്തിൽ നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇതിനായിട്ട് സമയം കണ്ടെത്തിയിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അടുക്കളപ്പണികൾ ചെയ്യുന്ന സമയത്തിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം തേച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ തേക്കുമ്പോഴാവും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക അല്ലേ, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടു വെച്ചാലും കുഴപ്പമില്ല, ആയിക്കോട്ടെ. അവർ കണ്ടു വെച്ചാൽ നമ്മൾ ചിലപ്പോൾ 4 വീട്ടിൽ പോയി പറയുമായിരിക്കും, എന്താ ആ പെണ്ണൊരുത്തി മുഖത്തൊക്കെ തേച്ചിട്ടാണ് നിൽക്കണത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രയൊക്കെ പ്രായമായി ഇപ്പോഴും മുഖത്ത് എന്തൊക്കെയോ തേച്ചിട്ട് നിൽക്കണതൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മളെ ശ്രദ്ധിക്കാൻ അത്രയ്ക്കേ പറ്റുള്ളൂ. നമുക്ക് ആ പറ്റുന്നത് നമ്മൾ ചെയ്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഒട്ടും സമയമില്ല അല്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ മനസ്സമാധാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അത് വേറെ കേസ്. മനസ്സമാധാനം ഇല്ലാത്ത രൂപത്തിലാച്ചാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളവർ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തിയില്ലെങ്കിലും ഈ സമയങ്ങളിലൂടെ നമ്മളതൊക്കെ കണ്ടെത്തി നടത്തി പോകാനായിട്ട് ശ്രമിക്കുക. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറയുമ്പോൾ ജീവിക്കാൻ മറന്നുപോയത് കൊണ്ട്
കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പോഴേ അറിയുള്ളൂ, നമുക്ക് ഓർമ്മ ഉള്ളപ്പോൾ തന്നെയാണ് സാധിക്കുള്ളൂ. നമുക്ക് പ്രായമായി അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.